ഇപ്പം ഗുരുവായൂരപ്പം വലിയ ആളായതുകൊണ്ട് പറയുന്നൊന്നല്ലേ, നമ്മുടെ മഠത്തിലുള്ള മൂർത്തികളൊക്കെ വലിയ ആൾക്കാർ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവിടെ ഒന്നും പോയിട്ട് നമുക്കൊരു ഫീലിങ്സും കിട്ടാറില്ല ഇത്തരം മഹാക്ഷേത്രങ്ങളൊന്നും പോയിട്ട്. ആ സുന്ദരി ലളിതാ പരമേശ്വരി ആവണമെന്നൊന്നും ഇല്ലല്ലോ. കാളിയും മഹാസുന്ദരി തന്നെയല്ലേ. കാളിയുടെ സൗന്ദര്യം കാണാത്തടത്തല്ലേ ഈ പ്രശ്നം വരുന്നത്. ഇത് ശ്രീവിദ്യാ സമ്പ്രദായം എന്നുള്ള മണ്ടത്തരം പറയാം. ഞാൻ ചോദിച്ചു, ശ്രീവിദ്യാ സമ്പ്രദായമാണെങ്കിൽ ഒന്ന് ഇരിക്കൂ. ഇത് ശ്രീവിദ്യാ സമ്പ്രദായം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇത്തരം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറുണ്ടോ? ഹൈന്ദവം എന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിൽ ബാങ്ക് വിളിക്കുന്നതിനേക്കാൾ മോശമായ ഒരു പ്രക്രിയയല്ലേ ഈ ഭാഗവതം പറഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായം മോശമാണ്? അതെ, ഹിന്ദു സംഘടനകളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ കുലാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ ഇവിടെ ഹിന്ദുവിനെ നിലനിൽക്കുള്ളൂ. കേരളത്തിന്റെ അധിഷ്ഠാന ദേവത കാളിയാണ്. കാളിക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് നിങ്ങൾ പൂജിക്കാൻ തുടങ്ങും. എന്നാലും നിങ്ങൾക്ക് പോലും ഇവിടെ കേരളത്തിൽ നിലനിൽപ്പുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥന് താടി വളർത്താനുള്ള ഒരു അവകാശം കൊടുത്തു. ശബരിമലയിൽ പോകാനല്ല, മുസ്ലിമാണ്. എന്തിനു വേണ്ടിയിട്ട് കൊടുത്താൽ അറിയോ? അയാൾക്ക് മൃഗബലി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത്ര ദിവസത്തെ നോമ്പ്, അതിൽ താടി വളരും, അതിന് പെർമിഷൻ കൊടുത്ത ഗവൺമെന്റ്. എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾക്ക്, ഹിന്ദുക്കൾക്ക് ഈ മൃഗബലി നടത്തിക്കൂടാ? എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം ഇത് തിരസ്കരിച്ചു? കുളാർണ തന്ത്രത്തിൽ ഒരു പ്രമാണമുണ്ട്, ഗംഗാ നദിക്കരയിൽ കിണർ ഒഴിക്കുന്നതിന് സമാനം. ഒരു കാര്യമില്ല. ഞാൻ പറയുന്നു, കുടുംബത്തോട് ചൂടും മുടിയും. മദ്യം കുടിച്ചാലല്ലേ, മാംസം കഴിച്ചാലല്ലേ, മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പാട് ശ്രേഷ്ഠത്വം പോവുകയാണോ? ഇതൊരു സാമൂഹികമായിട്ട് തിരിക്കേണ്ട, അല്ലെങ്കിൽ വേറെ ആചാരപരമായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യാഗങ്ങളിൽ വഭാഗ്രഹണം കൂടിയേ തീരും. എന്താ വഭ അല്ലേ? ഈ ഗോരോചനം, ഇപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂരത്തെ ചാന്താണ്, അതിൻ്റെ കൂട്ടത്തിൽ ഗോരോചനം ചേർക്കും. ഈ ഗുരുവായൂർ കളവക്കൂട്ടിന് എന്താ ഗോരോചനം? എന്താ ആഴ് നിറങ്ങിക്കഴിഞ്ഞ് ഇതൊക്കെ എല്ലാ ദേവതക്കും സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് സമർപ്പിച്ചിട്ടുമാണ് എന്ത് അല്ലേ? ഇപ്പം ഗുരുവായൂരപ്പം വലിയ ആളായതുകൊണ്ട് പറയുന്നൊന്നല്ലേ, നമ്മുടെ മഠത്തിലുള്ള മൂർത്തികളൊക്കെ വലിയ ആൾക്കാർ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവിടെ ഒന്നും പോയിട്ട് നമുക്കൊരു ഫീലിങ്സും കിട്ടാറില്ല ഇത്തരം മഹാക്ഷേത്രങ്ങളൊന്നും പോയിട്ട്. ഓക്കെ, ഇനി ഒരു കാര്യം അങ്ങ് സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കോമരങ്ങളെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെക്കുറിച്ച് പറയുകയുണ്ടായി. കൊടുങ്ങല്ലൂർ അമ്മയുടെ ആചാരങ്ങൾ, ഇപ്പോൾ നമ്മൾ രഘുശാന്തിയൊക്കെ നമ്മളെ പുലപ്പാടത്തെ അദ്ദേഹമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അല്ലെങ്കിൽ അവിടെ തന്നെ പുരോഹിതന്മാരുമാണത് അതെന്തോ ഒരു അവിടെ ശ്രീചക്രമാണ്, ശ്രീവിദ്യയാണെന്ന്, അതിനാണ് പ്രാധാന്യം എന്ന രീതിയിൽ അവിടെ ഒരുപാട് യാഗങ്ങളൊക്കെ നടക്കുന്നു, വിഷയങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ആ ഒരു യഥാർത്ഥ സമ്പ്രദായത്തെ മാറ്റിമറിക്കുകയല്ലേ? ഇപ്പോൾ സുന്ദരി ക്ഷേത്രമാണ് കേരളം എന്ന് പറയും. ആ സുന്ദരി ലളിതാ പരമേശ്വരി ആവണമെന്നൊന്നും ഇല്ലല്ലോ. കാളിയും മഹാസുന്ദരി തന്നെയല്ലേ. കാളിയുടെ സൗന്ദര്യം കാണാത്തടത്തല്ലേ ഈ പ്രശ്നം വരുന്നത്. അല്ല, ഇതിലൊറ്റൊരു ഇത് നോക്കിയാൽ മതി. ഇവരെ പാരമ്പര്യം എന്താ? ഇവർ പറയുന്ന ഗുരുപാരമ്പര്യം എന്താണ്? കേരളത്തിലെ പാരമ്പര്യമാണോ ഇവർ പറയുന്നത്? ഏത് പാരമ്പര്യം? ഞാൻ രാമേശ്വരം പാരമ്പര്യം, കേരള പാരമ്പര്യത്തിൽ ഇവർക്ക് എന്താ ഈ ശ്രീവിദ്യോപാസനയോ അല്ലെ ബാലാ ത്രിപുരസുന്ദരി ഉപാസന അല്ലെ ക്ഷേത്രമോ ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലേ? അങ്ങനെയാണ് നമുക്ക് കരിമ്പും പടി പിടിച്ച് തുള്ളിയാൽ പോരെ കൊടുങ്ങല്ലൂര്. കാളി അല്ലാണ്ട് പിന്നെ മറ്റെന്താണ് കൊടുങ്ങല്ലൂര്? ആ പറയുന്ന എന്ത് പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, അവിടെ അതുമായി ബന്ധപ്പെട്ട് ദ്രവ്യങ്ങളുടെ പൂജയുടെ ദ്രവ്യങ്ങൾ കൊടുങ്ങല്ലൂർ മൂലസ്ഥാനത്ത് തന്നെ പ്രത്യക്ഷത്തിൽ ദ്രവ്യങ്ങളുടെ മാറ്റങ്ങൾ ഉള്ളതൊക്കെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാവിനി പതിനെ ബാധിക്കുന്നില്ല. അവിടെ ലോകാംബ ഇരിക്കുന്നിടത്ത് ഇതൊന്നും കാണാതെ മറ്റുള്ളിടത്ത് എങ്ങനെ സാധ്യമാവും? കൊടുങ്ങല്ലൂർ ഇല്ലല്ലോ എന്ന ധാരണയിലേക്ക് വരുന്നില്ല ആൾ. അത് മാത്രമല്ല, പാരമ്പര്യ മേൽശാന്തി എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇത് ശ്രീവിദ്യാ സമ്പ്രദായം എന്നുള്ള മണ്ടത്തരം പറയാം. ഞാൻ ചോദിച്ചു, ശ്രീവിദ്യാ സമ്പ്രദായമാണെങ്കിൽ ഒന്ന് ഇരിക്കൂ. ഇത് ശ്രീവിദ്യാ സമ്പ്രദായം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇത്തരം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറുണ്ടോ? അല്ലേ? നമ്മുടെ പ്രായം നോക്കിയിട്ടല്ല, നിങ്ങളുടെ പാരമ്പര്യം നോക്കിയിട്ടല്ല, വിദ്യാപൂർവം കൃത്യമായിട്ട് പ്രമാണ സഹിതം സംവദിക്കാൻ തയ്യാറുണ്ടോ? ഇത് കൊടുങ്ങല്ലൂർ ശ്രീവിദ്യാ സമ്പ്രദായമാണ്, ശ്രീവിദ്യാ ലളിതാ പരമേശ്വരിയാണെന്ന് പറയുന്നവർ, ഞാൻ പറയുന്നത് ഭദ്രകാളിയാണ്. നിങ്ങൾ ഒരു ശ്രീവിദ്യയല്ല, ശ്രീവിദ്യ മന്ത്രം കൊണ്ടല്ല അവിടെ പൂജിക്കേണ്ടത് ഞാൻ പറയുന്നു. ഞാൻ പ്രമാണ സഹിതം ഞാൻ തെളിയിച്ചു തരും. ഘട്ടമായിട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാം, ഞാൻ തെളിയിച്ചു തരും. ഇപ്പോൾ അങ്ങ് പ്രമാണം പറഞ്ഞില്ല, ഇപ്പോൾ സാമാന്യ ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുരോഹിതര് ശ്രീവിദ്യാ പാരമ്പര്യത്തിന് വേണ്ടി പുറത്തുള്ള ആചാര്യന്മാരാണ് ആശ്രയിച്ചത്. സ്വന്തം പിതൃമാതൃ പരമ്പരയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കതിന് പുറത്തുള്ള ഒരു ആചാര്യണിയെ സമീപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് അവിടെ ശ്രീവിദ്യാ പാരമ്പര്യം. പക്ഷെ ഇവർ അടിച്ചേൽപ്പിക്കുന്നു ഇത്. അല്ല, അവിടെ അത് ഈ പി രഘുശാന്തിയെ പോലെയുള്ള പുലപ്പാടത്തുള്ള പുരോഹിതന്മാരെയൊക്കെ തിരസ്കരിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വ ശ്രമമല്ലേ നടക്കുന്നത്? അവർ അംഗീകരിക്കപ്പെടുന്നില്ല. ഞാൻ ഈ രഘുസ്വാമിയുടെ കാവ് പോയിട്ട് സംസാരിക്കാൻ കാരണം എന്താ പറയുക, അവരവിടെ മാറ്റി നിർത്തപ്പെടുന്നു. എന്തിൻ്റെ പേരിലാണ് മാറ്റി നിർത്തപ്പെടുക? അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ പേരിലായിരിക്കും? അപ്പം സമുദായത്തിൻ്റെ പേരിൽ ഒരു പരിധി വരെ അവിടെ പോയി കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മൂലസ്ഥാനം അതല്ലാന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് എന്തുകൊണ്ട് അതങ്ങനെ വരുന്നു?
ഇതൊക്കെ ഇപ്പോൾ ശ്രീവിദ്യയിലും കൗളവും ശാക്തയും കാളിസാധനം എന്തും ആവട്ടെ, ഈ ശാക്തേയ സമ്പ്രദായം പരിപൂർണമായി പറഞ്ഞ് ഏതൊരുത്തന് ഏത് വർണ്ണത്തിൽ പിറന്നാലും ശരി അവരെല്ലാം അമ്മ ഭക്തരാവുന്നത് കൊണ്ട് ദ്വിജന്മാരാണ്, ബ്രാഹ്മണരാണ് എന്ന് പറയുന്ന ദേവി ഭാഗവതം പോലുള്ള പുരാണങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ശാക്തേയം ഫോളോ ചെയ്യുന്ന ഇനി അയാൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർ എന്തോ ചെയ്തോട്ടെ, ഈ ശാക്തേയം പറയുന്ന ആളുകൾ തന്നെ ഈ പറഞ്ഞ രഘുസ്വാമിയുടെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ അല്ലെങ്കിൽ പാലക്കാവേലൻ്റെയൊക്കെ സമുദായം തിരയുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അമ്മയെ പൂജിക്കുന്ന അല്ലെങ്കിൽ ആ പൗരോഹിത്യത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വലിയൊരു വിരോധാഭാസം ശരിക്കും വരുന്നില്ലേ ഇതിലൊക്കെ? വരുന്നുണ്ട്. അവർ ഇത് പൂർണ്ണമായിട്ട് അവരുടെ അറിവില്ലായ്മ മാത്രമാണ് അല്ലേ. ഈ ദേവ തന്നെ അറിഞ്ഞ അവർക്ക് ഇത്തരം ചിന്താഗതികൾ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. സമന്മാരായിരിക്കും എല്ലാവരും അല്ലേ. വൈഷ്ണവന്മാരാണെങ്കിൽ പോലും നമുക്കൊരു പരിധി വരെ അവർ അങ്ങനെ ചിന്തിച്ചു എന്ന് കരുതാം. ഇത് ഈ ശാക്തേയത്തിൽ വൈഷ്ണവന്മാരുമായി എൻ്റെ അഭിപ്രായത്തില് ശാക്തേയന്മാരെക്കാളും ശ്രേഷ്ഠന്മാരൊന്നുമല്ല വൈഷ്ണവന്മാരും. അല്ല ഞാൻ പറയാം, എന്താ പറയാ, അങ്ങനെ പറയുന്ന സമയത്ത് എന്താ പറയാ, അവര് വലിയ എന്തോന്നായിട്ട് ആൾക്കാർ കണക്കാക്കുകയെ അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ അച്ചാച്ചന്മാരൊന്നും മണ്ടന്മാരല്ല, നമ്മുടെ പൂർവികര് മണ്ടന്മാരാണോ? ഒരിക്കലും അല്ല. ഇന്നിപ്പോ വന്ന ഒരാൾ അയ്യോ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ടേ. ഇയാൾ വന്നിരുന്നിട്ട് ഇത് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന ശ്രീവിദ്യ മടം എടുത്തിട്ട് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇയാളിലേക്ക് എത്തും. ഇതിനൊരു പ്രധാന കാരണം അങ്ങ് നമ്മൾ വൈഷ്ണവത്തിൽ കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പം അമ്മ ആരാധന നടക്കേണ്ട, ദേവി ഉപാസന നടക്കേണ്ട, ദേവീ സാധന നടക്കേണ്ട ക്ഷേത്രങ്ങളാവട്ടെ കാവുകളാവട്ടെ ഇവിടേക്ക് ഈ വൈഷ്ണവ ഭാഗവതം പാരായണം ചെയ്യുക, സപ്താഹങ്ങൾ നടത്തുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഈ ഒരു കൺവേർഷൻ ദേവതകളെ മറ്റൊന്നാക്കി വൈഷ്ണവാക്കി നിർത്തുന്ന രീതി ഇവിടെ. അപ്പോൾ ഭാഗവതം സത്യത്തിൽ ഈ വിഷ്ണു സംബന്ധിയായ ഭാഗവതം, വൈഷ്ണവ ഭാഗവതം വിഷ്ണു ക്ഷേത്രത്തിൽ മാത്രമല്ലേ ശരിക്കും പാരായണം ചെയ്യുക. അല്ലെങ്കിൽ കാവുകളിലും പതികളിലൊന്നും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളൊന്നും ദേവീ ഭാഗവതമായാലും ശരി അല്ലേ, ഒരു പരിധി വരെ അവിടുത്തെ ആചാരങ്ങൾ പൂർവാചാരങ്ങൾ ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് അത്തരം ആരാധനകൾ കാര്യങ്ങൾ ആചാരങ്ങൾ നിലനിർത്തുക. അതല്ലേ വേണ്ടത്. ഇവിടുത്തെ കോഴിവട്ടവും ബാക്കിയുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഭാഗവത സപ്താഹയജ്ഞം പൈസ ഉണ്ടാക്കാൻ നടത്തിയിട്ട് എന്ത് കാര്യം? അല്ല അവിടെയാണോ തിരുമേനി വെച്ചാൽ ഈ വിഷ്ണു ഭാഗവതോടെ വായിക്കുന്നതോട് കൂടിയിട്ടേ ഇപ്പോൾ ഈ കോഴി അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്യമൊക്കെ വെച്ച് പൂജ നടക്കുന്ന സ്ഥലം ഇവിടെ വിഷ്ണു ഭാഗവതം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെയ്യുന്ന പ്രക്രിയ മോശമാണെന്നാണ് വൈഷ്ണവ ഭാഗവതം പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ആ ദേവതയും സമ്പ്രദായത്തെ ആക്ഷേപിക്കുന്ന, അതായത് ഇപ്പൊ ഒരു ഹൈന്ദവം എന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിൽ ബാങ്ക് വിളിക്കുന്നതിനേക്കാൾ മോശമായ ഒരു പ്രക്രിയയല്ലേ ഈ ഭാഗവതം പറഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായം മോശമാണ്? അതെ, അതൊരു അധിനിവേശം തന്നെയല്ലേ. ഇത്തരം ഈ ഒരു കാവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രേശ്വരന്മാരോ അല്ലെങ്കിൽ ഊരായ്മ അവകാശമുള്ളവരോ ഇത് കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ എന്താണ് പൂർവ്വകാലത്ത് ഫോക്കസ് ചെയ്തത് അത് മാത്രമേ പാടുള്ളൂ. ഇപ്പം കൊടുങ്ങല്ലൂരും കൊട്ടിയൂരൊന്നും കൊടിമരയില്ല. ഇപ്പം പൈസ എല്ലാവരും കൂട്ടിയിട്ട് കൊടിമരം എടുക്കാൻ നോക്കുക. ഇതൊക്കെ ആദ്യത്തെ മാറ്റാം. കൊടിമരം വെക്കണമെങ്കിൽ അതിൻ്റെതായ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യണം. അതിനാരെ വിളിക്കണം? പുറത്തുള്ള ആൾക്കാരെ വിളിക്കണം. കൊടിമരം വെച്ച ക്ഷേത്രങ്ങളൊന്നും ഇതിൻ്റെ കേമ ഉള്ള ക്ഷേത്രങ്ങളൊന്നുമല്ല. അല്ല കാവ് സമ്പ്രദായത്തിൽ കൊടിമരം വെച്ചാൽ കോമരത്തിന്റെ പ്രാധാന്യം കുറയും, കോമരത്തിന് ബലമുണ്ടാവില്ല. കൊടിമരമുള്ള സ്ഥലത്തല്ല കോമരത്തിന്റെ കൽപ്പന നോക്കൂ നിങ്ങൾ. ബാധാരൂപത്തിൽ ഉണ്ടാവും. ഒരു സ്ഥലത്തും കോമരം വ്യക്തമായിട്ട് കാര്യം പറയില്ല. നമ്മുടെ കൗള സമ്പ്രദായ പ്രകാരം എന്താണ്, കാവുകൾക്കാണ് പ്രാധാന്യം, പ്രകൃതിക്കാണ് പ്രാധാന്യം. ഇവിടെ മലബാര സമ്പ്രദായ പ്രകാരം അത് തന്നെ. അപ്പം അതുകൊണ്ടാണല്ലോ പറയുന്നത് സർവേ ബെസ്റ്റോ തമോ വേദ. എല്ലാത്തിനും കാട്ടി ശ്രേഷ്ഠം വേദമാണെന്ന് പറഞ്ഞത്. എന്നാൽ അതാണോ? അല്ല. അതിനെയും കാട്ടി ശ്രേഷ്ഠം വൈഷ്ണവം, അതിനെയും കാട്ടി ശ്രേഷ്ഠം ശൈവം, വാമം ദക്ഷിണം വാമം എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠം കൗളെന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ദക്ഷിണാചാരം ചെയ്യുന്നവരല്ലേ വൈഷ്ണവിസന്മാരും ഇത് കണ്ട് മനസ്സിലാക്കണം. ഇത് പറഞ്ഞത് നമ്മളല്ലല്ലോ, സാക്ഷാൽ പരമേശ്വരനാണ്. ആ ആഗമശാസ്ത്രത്തിലുള്ള പ്രമാണങ്ങളെ തിരുത്താൻ ഇവിടുത്തെ ഒരു ജ്യോതിഷിക്കും ഒരു തന്ത്രിക്കും അധികാരമില്ല. അപ്പം വെറുതെ ഇവിടെ കുലാചാരങ്ങൾ പിന്തുടരുന്നവരെ കുറ്റം പറയല്ലേ, അവരെ മാറ്റി നിർത്തുക. മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ ശ്രേഷ്ഠന്മാരല്ല എന്നും ബാക്കിയുള്ള ഇതും കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നൊക്കെ ആൾക്കാരിങ്ങനെ മതം മാറ്റി ഇവിടെ ഹിന്ദു ദുരിതത്തിലായി ഒന്നുമില്ലാതെ ഇനിയിപ്പോൾ ഒറിജിനൽ മതം മാറേണ്ട അവസ്ഥയിലൊക്കെ ആയി. അപ്പോൾ ബാക്കിയുള്ള ഹിന്ദു സംഘടനകളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ കുലാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ ഇവിടെ ഹിന്ദുവിനെ നിലനിൽപ്പുള്ളൂ. കേരളത്തിൻ്റെ അധിഷ്ഠാന ദേവത കാളിയാണ്. കാളിക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് നിങ്ങൾ പൂജിക്കാൻ തുടങ്ങും. എന്നാലും നിങ്ങൾക്ക് പോലും ഇവിടെ കേരളത്തിൽ നിലനിൽപ്പുള്ളൂ. കാരണം ഇതൊക്കെ ബാക്കിയുള്ള ജില്ലകളിലും സംസ്ഥാനത്തൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അവർക്ക് നിലനിൽപ്പുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ അപജയം വരുന്നു? നിങ്ങൾ മനസ്സിലാക്കൂ. ബാക്കിയുള്ള കാവുകൾ കേരളത്തിൻ്റെ 13 ശക്തി ആരാധനാ കേന്ദ്രങ്ങൾ പണ്ട് കാലത്ത് എന്തായിരുന്നു നടന്നത്? ഇന്ന് എത്ര സ്ഥലത്ത് ഇതൊക്കെ നിന്നു? ഇന്നലെ ഒരു കുറിപ്പ് കണ്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് കണ്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന് താടി വളർത്താനുള്ള ഒരു അവകാശം കൊടുത്തു. ശബരിമലയിൽ പോകാനല്ല, മുസ്ലിമാണ്. എന്തിനു വേണ്ടിയിട്ട് കൊടുത്താൽ അറിയോ? അയാൾക്ക് മൃഗബലി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത്ര ദിവസത്തെ നോമ്പ്, അതിന് താടി വളരും, അതിന് പെർമിഷൻ കൊടുത്തു ഇവിടുത്തെ ഗവൺമെൻറ്. എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾക്ക് ഹിന്ദുക്കൾക്ക് ഈ മൃഗബലി നടത്തിക്കൂടാ?
എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം ഇത് തിരസ്കരിച്ചു? ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങ് ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എന്താ വെച്ചാൽ അവർക്ക് വേണ്ടി അവരെ നിലകൊള്ളുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ശാക്തേയ കൗള മലബാര സമ്പ്രദായക്കെതിരെ നിൽക്കുന്നത് മറ്റു മതസ്ഥരല്ല. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക് ഒരു പോരായ്മയായിട്ട് കാണുന്നത്, നമ്മളുടെയൊക്കെ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഹൈന്ദവ ധർമ്മം പഠിപ്പിക്കുന്നു എന്ന വ്യാജേന ഇവർ പഠിപ്പിക്കുന്നത് വെജിറ്റേറിയനിസത്തിൻ്റെയും ഈ ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ ആചാരങ്ങളാണ്. അതോടുകൂടി ഹൈന്ദവ സമൂഹത്തിൻ്റെ സമുദായങ്ങളുടെ സമ്പ്രദായങ്ങളെ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പം അത് സത്യത്തിൽ അത്തരം കാര്യങ്ങൾ ഇത്തരം സംഘടനകൾ നിർത്തി വെക്കണ്ടേ? എന്താ വെച്ചാൽ ഇവർ ഹിന്ദു എന്നാണ് പറഞ്ഞു വെച്ചാൽ ഈ വൈവിധ്യങ്ങളെ കൂടി ഉൾക്കൊള്ളണ്ടേ? പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന വിഷയത, പക്ഷെ അതെന്താ വെച്ചാൽ നമ്മൾ പറയുന്ന നേരത്തെ നമ്മളൊക്കെ ഒരു കാസ്റ്റിലൂടെ നോക്കിക്കാണണം. സമ്പ്രദായം വേറെ തന്നെയാണല്ലോ. ഇതിന് ഏറ്റവും കൂടുതൽ ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കണമെങ്കിൽ ശാക്തേയ കൗള മലബാര ധർമ്മമല്ലേ കേരളത്തിൽ നമുക്ക് പറയാം, കേരളത്തിൽ പ്രചരിപ്പിക്കേണ്ട ഹിന്ദു സംഘടനകൾ. പക്ഷെ അത് ഇല്ലല്ലോ. അപ്പൊ അത് ഹിന്ദു സംഘടനകൾ പ്രധാനമായിട്ട് പണ്ട് ശാഖകൾ ലോങ്കാളി ജയ്കാളി ആയിരുന്നു വിളിച്ചിരുന്നത്. ഇന്നിപ്പം ജയ് ശ്രീരാമായി, അത് ഒരു വൈഷ്ണവിസം തന്നെയല്ലേ? MY ദിഗാമന്ത്ര ദിശത്പുരാണെന്നാണ് പാടുന്നത്. ഇതായിരുന്നോ പണ്ട് കാലത്ത് പാടിയത്? ഇതായിരുന്നോ നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞു തന്നത്? ഒരിക്കലുമല്ല. ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും, തറവാട് ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ ഭഗവത്ഗീത പഠനം. ഇതാര് കൊണ്ടുവന്നതാ? ആരാ ഭഗവത്ഗീത ഇവിടെ പഠിച്ചത്? പൂർവികന്മാർ അല്ല. ഇവിടെ അങ്ങനെ ശാഖനെ കുറിച്ച് പറയുന്നത് നമ്മൾ പഴയൊരു പ്രചാരകനെ, നമ്മൾ പുറത്തൊക്കെ ഗുജറാത്തിലൊക്കെ പ്രവർത്തിച്ച പ്രചാരകൻ, കുറച്ച് പ്രായമുള്ളതാണ്. ആദ്യത്തെ കണ്ട സമയത്ത് അദ്ദേഹം പറയേണ്ട, ഇപ്പം നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥന നമസ്തേ സദാ വത്സലേ മാതൃഭൂമി ത്വയാ ഹിന്ദുഭൂമി സുഖം വർദ്ധിതോഹം, ഇങ്ങനെ നമ്മൾ കേൾക്കാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ആയിരുന്നില്ല അത്ര ആദ്യത്തെ പ്രാർത്ഥന. നമസ്തേ സദാ വത്സലേ പുണ്യഭൂമേ, അല്ല, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ശക്തിഭൂമേ സുഖം വർദ്ധിതോ. കേൾക്കുമ്പോൾ തന്നെ ഒരു ശക്തിയില്ലേ? അപ്പം അത് ഹിന്ദു എന്ന് പറയാൻ കാരണം പിന്നീട് ഇപ്പോൾ ഈ എന്താ പറയുക മാർഗദർശന മണ്ഡലിനെ പോലെയൊക്കെ ഈ കാസർഗോഡുള്ള വൈഷ്ണവമായിട്ടുള്ള സന്യാസി മഠങ്ങളുണ്ട്. ഇവരുടെയൊക്കെ കടന്നു കയറ്റവും അതിൻ്റെ ഭാഗമായിട്ട് ഈ ശക്തി പ്രാധാന്യത്തെ എടുത്തു കളയുന്ന ഒരു പ്രക്രിയ നടന്നു എന്നുള്ളതാണ്. പിന്നെ കൂടാതെ പ്രചാരകന്മാരായിട്ട് അവർ നിയോഗിക്കപ്പെടുന്ന സമയത്ത് അവർ അവിടെ എന്താ പറയുക, ഈ ത്രിപുരയ്ക്കല്ല താരാദേവിക്ക് കൃത്യമായി ചെന്ന് ചുരിക കൊണ്ട് മുറിവേൽപ്പിച്ച് ഗോപി തൊടുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത്. ഈ പ്രാർത്ഥനയിലുള്ള ഈ വീരവ്രതം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ എത്തുമ്പോഴാണ് ഈ വീരവ്രതം മാറിപ്പോകുന്നത്. കേരളത്തിൽ എത്തുമ്പോൾ വീരവ്രതം എന്ന് പറഞ്ഞാൽ വീരസാധനയല്ലേ? അല്ലേ? വീരസാധന എങ്ങനെയാണ്? ഇത്തരം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ ചുവന്ന പൊട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് ആ ചുവന്ന പൊട്ട് ഉപയോഗിക്കുമ്പോൾ ശാക്തയത്തിന്റെ പ്രാധാന്യത്തെ ഭാരതാംബയുടെ കാളിയോ അല്ലെങ്കിൽ താരയോ ഒക്കെ ആയിരിക്കുന്ന സാക്ഷാൽ ഭാരതാംബയെ കൊണ്ടുപോയിട്ട് എന്താക്കുകയാണ് ഇവർ നേരെ ദുർഗയാക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ ദുർഗ കേവല ലക്ഷ്മിയിലേക്ക് ചുരുക്കുകയാണ്. അത് ശരിക്കും ശക്തിമത്തിട്ട് ആ ദുർഗ എന്ന് പറയുമ്പോൾ ഭാവം സിംഹാസനസ്ഥയായിരിക്കുന്ന ദേവിയുണ്ട് അതിലേക്ക്. അപ്പം അതിനൊക്കെ ഇപ്പം ഹിന്ദു ഐക്യവും അഖണ്ഡതയും ഒക്കെ പറയുന്ന നേരത്ത് അതിന് കേരളത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ഇപ്പോഴും ഈ വീരവും ക്ഷാത്രവും എന്ന് പറയുക എന്നല്ലാണ്ട് ക്ഷാത്രവീര്യമുള്ള ഹൈന്ദവ സമൂഹത്തെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് ഒരു പദ്ധതിയോ കാര്യങ്ങളോ നടക്കുന്നില്ല. അത് നടക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോവാണ് ഇപ്പോൾ ഇവിടെയുള്ള പൂജാപഠന ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് എല്ലാം തന്നെ ശാക്തയാക്കും. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവരോടൊക്കെ കാണുമ്പോൾ പറയുന്നത് ശാക്തേയ ക്ലാസ്സുകൾ നടത്തും, ഫ്രീ ആയിട്ട് വന്ന് ക്ലാസ് എടുത്തിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവരെന്താ വെച്ചാൽ അത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ട് എന്നാണ്. ആ സിലബസ് ഈ വൈദിക ബ്രാഹ്മണത്തിൻ്റെ പച്ചക്കറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പൂജ പഠിച്ച കുട്ടികൾ പോലും സ്വന്തം ധർമ്മദേവത ഇപ്പോൾ ഒരു കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായ ഒരാളോട് എന്താ പറയുക, എൻ്റെ ദൈവങ്ങളെ കുറിച്ച് വലിച്ചെറിയാന്ന് അറിയില്ല. ഇത് പറഞ്ഞ പോലെ പൂജ പഠിച്ചു വന്നവൻ എന്താ ചെയ്യണ അറിയോ? അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു പഴയ ആശ്രമത്തിലൊരു സെക്രട്ടറി ഉണ്ടാവേണ്ടേ, അയാളൊരു സംഭവ സമിതി പറയ സമുദായത്തിലുള്ള അയാൾ പൂജ പഠിച്ചു വന്നതിന് ശേഷം ആദ്യം ചെയ്ത് അയാളെ വീട്ടിലെ പീഠങ്ങളെ കുറിച്ച് വലിച്ചെറിയാൻ അറിയാം. അത് എവിടുന്ന ഇയാള് പൊന്നാനി പോയിട്ടല്ലല്ലോ പഠിച്ചേ, അല്ലാണ്ട് കുറച്ച് ആൾക്കാർ ഇപ്പൊ അഗ്നിഹോത്രം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ചില യാഗ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പിന്നാലെ പോയിട്ട് അഗ്നിഹോത്രം, ബാക്കിയുള്ള ധർമ്മദൈവത്തിന് സന്ധ്യക്ക് വിളക്ക് കത്തിക്കൂല, ഇവർ അഗ്നിഹോത്രം 2 നേരം ചെയ്യും. ആ തീയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് തീ കുറച്ച് ആളിക്കത്തുന്ന എല്ലാവർക്കും അറിയാം. വേറെ ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉണ്ടാവോ? ധർമ്മദൈവത്തിനെ നോക്കാണ്ട് അന്യ ദൈവത്തിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? കുളാർ തന്ത്രത്തിൽ ഒരു പ്രമാണമുണ്ട്, ഗംഗാ നദിക്കരയിൽ കിണർ ഒഴിക്കുന്നതിന് സമാനം. ഒരു കാര്യമില്ല. ഞാൻ പറയുന്നു, കുടുംബത്തോട് മുടിയും മുച്ചോട് മുടിയും. നിങ്ങളുടെ പതികളിലുള്ള നിങ്ങളുടെ തറവാടുകളിലെ ഭഗവതിമാരെ പണ്ട് കാലത്തുണ്ടായ രീതിയിൽ ആചരിക്കാണ്ട് ഉപചരിക്കാണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇവിടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാന്ന് മക്കളെ വിചാരിക്കേണ്ട. ഇപ്പോൾ കുലദൈവങ്ങൾ അങ്ങ് ആദ്യം പറയുകയുണ്ടായി, ഓരോ ദേവതകളുടെ പേര് പറഞ്ഞ് വിളിച്ചാൽ മതി. അപ്പോൾ പേരറിയുന്നെങ്കിൽ വിളിക്കാം. അപ്പോൾ നമ്മളൊക്കെ പറയട്ടെ പേരറിയില്ല എന്നിരുന്നു. അപ്പോൾ ഈ വേഗം പ്രശ്നം വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ഈ ശിവനും പാർവതി അതിൻ്റെ ബന്ധങ്ങളും പറഞ്ഞെടുക്കും. അപ്പം അങ്ങനെ പറയുകയാണ്. നമ്മളിപ്പോൾ കല്ലടിക്കോടാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലടിക്കോട് പോയി കഴിഞ്ഞാൽ അങ്ങേക്കറിയാലോ നീലിയാണ് ചാത്തനൊക്കെയാണ് അവിടെ കേട്ടത്. പക്ഷെ അവിടെ മലയുടെ എല്ലാ പ്രദേശത്തും കാണുന്നത് ശാസ്താവിനെയും കിരാതമൂർത്തിയൊക്കെ കാണുന്നത്. ഈ പറഞ്ഞ നീലിയും ചാത്തനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രശ്നക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും യഥാർത്ഥ ദേവതയെ കിട്ടില്ല.
അപ്പോൾ ഇവർക്ക് ശരിക്കും തറവാട്ട് പേരും അച്ഛനമ്മയുടെയും പേര് വേണ്ടാണ് വിളിച്ചിട്ട് ഇവരൊക്കെ ആരായിച്ചിരുന്ന എൻ്റെ ദൈവങ്ങളെ മന്ത്രമൂർത്തിയോളെ എന്ന് പറഞ്ഞിട്ട് ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും ഇവർക്ക് പിന്നെ തെളിഞ്ഞു വരുമല്ലോ. അതെ. പിന്നെ ഇപ്പോൾ ഈ കോമരങ്ങളുടെ കാര്യമായാലും കോമരങ്ങൾ